എൻ പ്രശാന്ത് IAS പോരാടാൻ ഉറയ്ക്കുകയാണ്. ചാർജ് മെമ്മോയ്ക്ക് മറുപടി നൽകാതെ ചീഫ് സെക്രട്ടറിയോട് എൻ പ്രശാന്ത് IAS ഒരു വിശദീകരണം ആരാഞ്ഞു കത്തയച്ചു. പരാതിയില്ലാതെ ചാർജ് മെമ്മോ നൽകിയത് എന്തിനെന്നാണ് പ്രശാന്തിൻ്റെ ചോദ്യം. ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുന്നു. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. എൻ പ്രശാന്ത് IAS രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുന്നു. അദ്ദേഹം അത്യാവശ്യം നിയമവിദ്യാഭ്യാസം ലഭിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കാർക്കശ്യം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും എഴുത്തിലും നിഴലിക്കുന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. തീർച്ചയായും നിയമബിരുദം നേടിയ നിയമത്തിൽ നല്ല പാണ്ഡിത്യമുള്ള എൻ പ്രശാന്ത് സർക്കാരിനെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെ ഉറച്ച് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. സാധാരണ IAS ഉദ്യോഗസ്ഥർ സസ്പെൻഷനിലായി ചാർജ് മെമ്മോ കിട്ടിയാൽ ആ ചാർജ് മെമ്മോയ്ക്ക് മറുപടി കൊടുത്ത് എങ്ങനെയെങ്കിലും തിരികെ സർവീസിൽ കയറാനാണ് ശ്രമിക്കുന്നതെങ്കിൽ പ്രശാന്ത് നല്ലൊരു പോരാട്ടത്തിന് സ്വയം തയ്യാറെടുത്ത് രംഗത്ത് വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ചാർജ് മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ വ്യക്തത തേടിക്കൊണ്ട് എൻ പ്രശാന്ത് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന് ഒരു കത്ത് അയച്ചിരിക്കുന്നത്. ഈ കത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ്. ആരും പരാതി നൽകാനില്ലാതെ എങ്ങനെയാണ് തനിക്കെതിരെ ഒരു ചാർജ് മെമ്മോ നൽകുന്ന സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല, തന്നെ സസ്പെൻഡ് ചെയ്യുന്നതിന് മുമ്പ് എന്തുകൊണ്ട് തൻ്റെ ഭാഗം കേൾക്കാൻ ചീഫ് സെക്രട്ടറിയോ മറ്റു ഉദ്യോഗസ്ഥരോ തയ്യാറായില്ല. മൂന്നാമതായി പറയുന്നത്, തന്നെ സസ്പെൻഡ് ചെയ്യാനുള്ള കുറ്റത്തിൻ്റെ ആധാരമായി പറയുന്ന തൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ സ്ക്രീൻഷോട്ട് അതാരാണ് എടുത്തത്, ഏത് സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ഫോണിൽ നിന്നാണ് സ്ക്രീൻഷോട്ട് എടുത്തത്, ഇങ്ങനെ എടുത്ത സ്ക്രീൻഷോട്ടിൻ്റെ ആധികാരികത സർക്കാർ പരിശോധിച്ചിട്ടുണ്ടോ, പിന്നെ എങ്ങനെയാണ് തനിക്ക് ചാർജ് മെമ്മോയും നടപടിയുമൊക്കെ നൽകുന്നത് എന്നാണ് പ്രശാന്ത് ചോദിക്കുന്നത്. അതായത് ചാർജ് മെമ്മോയിൽ പറയുന്ന കാര്യങ്ങൾക്ക് വിശദീകരണം നൽകുന്നതിന് പകരം സർക്കാരിനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു നിയമ പോരാട്ടത്തിനാണ് താൻ ഇറങ്ങുന്നത് എന്ന വ്യക്തമായ സൂചനയാണ് എൻ പ്രശാന്ത് ഇപ്പോൾ നൽകുന്നത്. SKN. ഓക്കെ, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.